മഹേന്ദ്രനാഥ ഗുപ്ത, മാസ്റ്റർ മഹാശയൻ എന്ന് ശ്രീരാമകൃഷ്ണ ഭക്തന്മാർക്കിടയിൽ അറിയപ്പെടുന്ന ഒരു മഹത് വ്യക്തിത്വം. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഏറ്റവും അടുത്ത് വളരെ വിശദമായി അതിൻ്റെ ഓരോ നിമിഷങ്ങളും, ആ കാലഘട്ടത്തിൻ്റെ ഓരോ നിമിഷങ്ങളും, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ, അദ്ദേഹത്തിൻ്റെ യാത്രകൾ, ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിൽ നിന്ന് ഓരോ നിമിഷവും പിന്നീട് വന്ന ഒരു സമൂഹത്തിന് വേണ്ടി, അതായത് നമ്മളെപ്പോലുള്ളവരുടെ സമൂഹത്തിന് വേണ്ടി ഒരു ഡയറി കുറിപ്പുകളാക്കി വച്ചിരുന്ന വലിയൊരു മഹാനുഭാവൻ മാസ്റ്റർ മഹാശയൻ. ഇദ്ദേഹത്തിൻ്റെ സുദീർഘമായ ഡയറി കുറിപ്പുകളാണ് ഇന്ന് നമ്മൾ ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്ന പേരിൽ വായിക്കുന്നത്. വെറും 4-5 വർഷത്തെ കുറിപ്പുകൾ മാത്രമാണത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരകാലം എന്ന് പറയുന്നത് കൃത്യം 50 വർഷമാണ്. ഈ 50 വർഷത്തിൽ വെറും 4-5 വർഷം മാത്രമാണ് മാസ്റ്റർ മഹാശയൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. അത് 1882 മുതൽ 1886 ശ്രീരാമകൃഷ്ണ പരമഹംസർ മഹാസമാധി പ്രാപിക്കുന്നത് വരെ അദ്ദേഹത്തോടൊപ്പം ദിനംപ്രതി ജീവിക്കുകയും യാത്ര ചെയ്യുകയും അദ്ദേഹത്തെ പാദസേവ ചെയ്യുകയും ആ അമൃതവാണികൾ സ്ഥിരം കേൾക്കുകയും ചെയ്തിട്ട് അതെല്ലാം ചെറിയ ചെറിയ കുറിപ്പുകളാക്കി വീട്ടിൽ വന്ന് തൻ്റെ ഡയറിയിൽ, നോട്ട് ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ അതൊന്നും പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയോ അതൊരു പുസ്തകമാക്കാൻ വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല. ആ നിമിഷങ്ങളെ, ഭഗവാനോടൊപ്പമുള്ള ആ ദിവ്യ നിമിഷങ്ങളെ മനനം ചെയ്തുകൊണ്ട് അത് സ്വന്തം ധ്യാനത്തിന് വേണ്ടി ആ നിമിഷങ്ങൾ ഓരോ പേജ് എടുത്ത് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം ആ ഓർമ്മകൾ തിരിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ നിമിഷങ്ങൾ, ആ സുന്ദരമായ നിമിഷങ്ങൾ, ആ ദിവ്യമായ നിമിഷങ്ങൾ ഓർത്തെടുത്ത് അതൊന്ന് റീക്രിയേറ്റ് ചെയ്യുക മനസ്സിൽ. എന്നിട്ട് ഒരു ധ്യാനാവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക, സ്വന്തം മുറിയിൽ, സ്വന്തം വീട്ടിൽ. കൽക്കട്ടയിലെ ആ തെരുവീതിയിലുള്ള മാസ്റ്റർ മഹാശയൻ്റെ ഠാക്കൂർ ബാടി എന്ന് വിളിക്കുന്ന ആ വീട്ടിൽ ഭഗവാന്റെ പേരിലാണ് ആ സ്വന്തം വീട് പോലും നാമകരണം ചെയ്യപ്പെട്ട് വച്ചിരിക്കുന്നത്. ഠാക്കൂർ ബാടി. ഠാക്കൂർ എന്നുള്ളത് ബംഗാളിയിൽ ഭഗവാനെ വിളിക്കുന്ന പേരാണ്. ഠാക്കൂർ, ശ്രീ ശ്രീ ഠാക്കൂർ. ആ ഠാക്കൂർ ബാടി, ഠാക്കൂറിൻ്റെ വീട് എന്നാണ് ആ വീടിൻ്റെ നാമകരണം. ആ വീട്ടിലെ തൻ്റെ മുറിയിൽ ഇരുന്നു കൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ ഈ ഡയറി ഓർമ്മയിൽ നിന്ന്, ഭഗവാനോടൊപ്പം ഇരുന്ന് എഴുതിയ കുറിപ്പുകളല്ല അത്. എപ്പോഴൊക്കെയാണോ ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിൽ ചെല്ലുമ്പോഴും
അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ കൽക്കട്ടയിൽ ഭക്തന്മാരുടെ വീടുകളിൽ വരുമ്പോഴും എവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഭഗവാനോടൊപ്പം ഇരിക്കുന്ന നിമിഷങ്ങളെല്ലാം ഓർമ്മയിൽ വെച്ചുകൊണ്ട് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വീട്ടിൽ വന്ന് അത് ചെറിയ കുറിപ്പുകളാക്കുന്നത്. ചെറിയ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയും വിശദമായ ഒരു റൈറ്റിംഗ് അല്ല, അത് വിശദമായി എഴുതുന്നതല്ല, ചില പോയിൻറ്റ്സ് മാത്രമാണ്. ഒരു വാക്കൊക്കെ കാണുള്ളൂ. ആ ഒരു വാക്കിനകത്ത് ചിലപ്പോൾ ആ ഒരു ദിവസത്തെ മുഴുവൻ ഓർത്തെടുക്കാൻ പാകത്തിനുള്ള ഒരു താക്കോലാണ് ആ ഒരു വാക്ക്. അങ്ങനെയാണ് ആ ഡയറിയുടെ പ്രത്യേകത. അല്ലാതെ നിരത്തി ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വിശദമായി എഴുതിയിട്ടൊന്നുമല്ല. ചില വാക്കുകൾ കൊണ്ട് ആ ഓർമ്മ തിരിച്ചെടുക്കാനുള്ള ഒരു കീ പോയിന്റുകൾ മാത്രമാണത്. അപ്പം മാഷമഹാശയന് മാത്രമേ അത് വായിച്ചാൽ മനസ്സിലാവുകയുള്ളൂ. അതിൻ്റെ എന്താണ് ആ എഴുതിയിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മാഷമഹാശയന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ പിന്നീട് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം ഏതാണ്ട് 20 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ രചന പൂർത്തിയാക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ശ്രീരാമകൃഷ്ണ വചനാമൃതം പൂർത്തിയാക്കുന്നത് അതിന് ശേഷമാണ്. ആ 10-20 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും കാലത്തെ ഓർമ്മകൾ, ആ പഴയ ഓർമ്മകളെ കൃത്യമായി പുനരാവിഷ്കരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു അപാര സാധ്യത കൂടിയായിരുന്നു. അത് നമ്മളെല്ലാം ഒരു ദിവസം കഴിഞ്ഞാൽ മറന്നുപോകും. ഇത് ആ ആധ്യാത്മിക പ്രഭാഷണങ്ങളുടെ ഒരു വരി പോലും തെറ്റാതെ, ഒരു വാക്ക് പോലും തെറ്റാതെ ഓർത്തെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത്ഭുതകരമാണത് അവസ്ഥ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എഴുത്തുകാരൻ്റെ ഭാവനയിൽ എഴുതിയതല്ല. അത് ശ്രീരാമകൃഷ്ണദേവൻ്റെ പേര് വെച്ച് നാടക രൂപത്തിൽ എഴുതുന്ന പോലെ അത് കൃത്യമായി ആ സംഭാഷണങ്ങൾ ശ്രീരാമകൃഷ്ണ എന്നുള്ള ആ ശ്രീരാമകൃഷ്ണൻ എന്നുള്ള ആ വാക്കെഴുതിയിട്ട് പിന്നെ പറയുന്ന കാര്യങ്ങൾ മുഴുവനും വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. വളരെ സുദീർഘമായിട്ടാണ്. അതെല്ലാം തന്നെ ആധ്യാത്മികമായ ഉപനിഷത്തുകൾ, വേദങ്ങൾ, ഭഗവത്ഗീത, അങ്ങനെയുള്ള ഒരുപാട് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിൻ്റെ സാരാംശങ്ങളാണ് ഭഗവാന്റെ തിരുമൊഴികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർത്തി വായിച്ചതല്ല. ഭഗവാൻ പറയുന്നതെല്ലാം, ഈ തിരുമൊഴികളെല്ലാം തന്നെ ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ തന്നെയായിരുന്നു. എന്നാൽ അത് പറഞ്ഞത്, ഭഗവാൻ അത് പറഞ്ഞ സംഭാഷണ രീതി നോക്കിയാൽ കൽക്കട്ടയിൽ ബംഗാളിലെ ഗ്രാമീണ ഭാഷയിലാണ് പറഞ്ഞത്. വളരെ ഗ്രാമീണ ഭാഷയിൽ, ഒട്ടും പൊടിപ്പും തൊങ്ങലൊന്നും വെക്കാത്ത, അല്ലെങ്കിൽ പാണ്ഡിത്യത്തിൻ്റെ പ്രകടനപരത പ്രകടമാക്കാത്ത, ഗംഭീരമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന, എന്നാൽ ഏറ്റവും നാട്ടുഭാഷ, നാടൻ ഭാഷ ആർക്കും മനസ്സിലാവും. ഏത് ഗ്രാമീണനും, ഏത് വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കും, അല്ലെങ്കിൽ നിരക്ഷരകുക്ഷി എന്നൊക്കെ പറയാവുന്ന ആർക്കും മനസ്സിലാകാവുന്ന കാര്യം. ഭഗവാൻ പോലും വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല. കഷ്ടിച്ച് 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ വരെ പോയിട്ടുള്ളൂ. ഭഗവാൻ പുസ്തകം വായിക്കുന്നൊന്നുമില്ല, എഴുതാറുമില്ല. അദ്ദേഹം ഒരുപക്ഷെ ഗദാധർ ചാറ്റർജി എന്ന് ഒരു ഒപ്പിടുക മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എഴുത്തെന്ന് പറഞ്ഞാൽ. എന്നാൽ ചെറുപ്പകാലത്ത്, വളരെ ചെറുപ്പകാലത്ത് ഭഗവാൻ കമാർപുക്കൂർ എന്ന ഗ്രാമത്തിലാണല്ലോ ശ്രീരാമകൃഷ്ണദേവൻ ജനിച്ചു വളർന്നത്. ആ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭഗവാൻ അന്ന് അവിടെ ചില ആധ്യാത്മിക സദസ്സുകൾ കേൾക്കാൻ പോകും. പ്രഭാഷണങ്ങൾ, ഈ സന്യാസിമാരോ അല്ലെങ്കിൽ ഗുരുക്കന്മാർ, അതുപോലുള്ള മഹത്തുക്കളായ വ്യക്തികൾ ക്ഷേത്രങ്ങളിൽ വന്ന് ഹരികഥ പറയുന്നത് പോലെ മഹത് കാര്യങ്ങൾ പറയും. അതെല്ലാം ഏതോ നോട്ട് ബുക്കിൽ ഭഗവാൻ കുറിച്ചു വച്ചിരുന്നു എന്നാണ് പിന്നീട് കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്. കാരണം ഭഗവാന്റെ
ജീവചരിത്രം പിന്നീട് എഴുതപ്പെടാൻ സാധ്യതയുണ്ടായ കാലത്ത് ശാരദാനന്ദ സ്വാമികൾ ലീലാമൃതം, ശ്രീരാമകൃഷ്ണ ലീലാമൃതം എഴുതുമ്പോൾ അത് ഭഗവാന്റെ ഏതാണ്ട് പൂർണ്ണമായ ജീവചരിത്രം അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ശാരദാനന്ദ സ്വാമികൾ ആ ജീവചരിത്രം എഴുതിയത് യഥാർത്ഥത്തിൽ നേരിട്ട് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. നേരിട്ട് പോയി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ അന്വേഷിച്ച് പോയ കൂട്ടത്തിൽ ഇത്തരം ചില നോട്ട് ബുക്കുകൾ ഭഗവാന്റെ കമാർപുക്കൂറിലെ ഗ്രാമത്തിലുള്ള വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി എന്നൊരിടത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ എന്തോ അപ്പോൾ കുറിച്ചു വച്ചിട്ടുണ്ട്, എന്തോ ഓർമ്മ ചില കാര്യം. അതും ഒരു പൂർണ്ണമായ എഴുത്തല്ല ആ ബുക്കുകളിലുള്ളത്, ആ നോട്ട് ബുക്കിലുള്ളത്. അപ്പോൾ ഏതാണ്ട് അത് മാസ്റ്റർ മഹാശയന് ആ പുസ്തകത്തെക്കുറിച്ച് അറിയില്ല. എന്നാൽ മാസ്റ്റർ മഹാശയൻ എഴുതിയതും അതേ രൂപത്തിലായിരുന്നു. ഒരു പൂർണ്ണ രൂപത്തിലുള്ള എഴുത്തല്ല, മറിച്ച് ചില കുറിപ്പുകൾ മാത്രം, ചില പോയിന്റുകൾ മാത്രം, ചില വാക്കുകൾ മാത്രം. സമ്പൂർണ്ണമായി ഒരു വരി എഴുതുന്ന രീതിയില്ല. ഭഗവാൻ അങ്ങനെ എഴുതാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഭഗവാൻ കേട്ട കാര്യങ്ങൾ വീട്ടിൽ വന്നിരുന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും അതിങ്ങനെ ആ വാക്കുകൾ ഇങ്ങനെ കുറച്ച് എഴുതി വെക്കും. ഇതായിരുന്നു ഭഗവാന്റേതെന്ന് പറയപ്പെടുന്ന ഒരു നോട്ട് ബുക്കിനെ കുറിച്ച് ശാരദാനന്ദ സ്വാമികൾ ആ ജീവചരിത്രം എഴുതാനുണ്ടായപ്പോൾ കണ്ടെടുത്തതിനെക്കുറിച്ച് പറയുന്നത്. യാദൃച്ഛികമായി അങ്ങനെ ഒരു കാര്യം അങ്ങനെയൊന്നും അറിയാത്ത മാസ്റ്റർ മഹാശയൻ മഹേന്ദ്രനാഥ ഗുപ്ത അദ്ദേഹം എഴുതിയതും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതപ്പെട്ട ശ്രീരാമകൃഷ്ണ വചനാമൃതം ബംഗാളിയിൽ അത് 5 ഭാഗമായിട്ട് ശ്രീ രാമകൃഷ്ണ കഥാമൃതം എന്നായിരുന്നു. കഥാമൃതം എന്ന് പറയുമ്പോൾ ബംഗാളി ഭാഷയിൽ കഥ എന്ന് പറഞ്ഞാൽ സംഭാഷണം എന്നാണ്. പക്ഷെ മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഥാമൃതം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ കഥയുടെ അർത്ഥം സംഭാഷണം എന്നല്ല, കഥ പറയുക എന്നാണ്. അതുകൊണ്ടാണ് ഉചിതമായ രീതിയിൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ തലക്കെട്ട് കഥാമൃതം എന്നതിന് പകരം ഏറ്റവും ഉചിതമായ വചനാമൃതം എന്നാക്കിയത്. ഭഗവാന്റെ വാക്കുകൾ വചനാമൃതം എന്നാക്കിയത് പുണ്യവൈദ്യനായ സിദ്ധിനാഥാനന്ദ സ്വാമിയാണ് മലയാളത്തിലേക്കത് പൂർണ്ണമായും പകർത്തിയത്. അപ്പോൾ അത് 3 വോള്യമായിട്ടാണ്. ബംഗാളിയിൽ അത് 5 വോള്യമാണ്, മലയാളത്തിൽ അത് 3 വോള്യമാണ്. ആ പുസ്തകത്തെക്കുറിച്ച്, ഈ ബംഗാളി പുസ്തകത്തെക്കുറിച്ചും മലയാളത്തിലെ ആ 3 വോള്യത്തെക്കുറിച്ചും നമുക്ക് ഇനി അടുത്തൊരു തവണ പൂർണ്ണമായിട്ടും ആ പുസ്തകത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഇപ്പോഴിത് പറയാൻ കാരണം ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങിത്തിരിച്ചത് എന്നുള്ളതുകൂടെ പറഞ്ഞിട്ട് ബാക്കി അതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കാം. ശ്രീരാമകൃഷ്ണ വചനാമൃതം കൂടുതൽ വായനക്കാരിലേക്ക് എത്തുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീരാമകൃഷ്ണ വചനാമൃത ഗൃഹസ്ഥാശ്രമത്രയസ് എന്നൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ശ്രീരാമകൃഷ്ണ വചനാമൃത ഗൃഹസ്ഥാശ്രമത്രയസ്. ആ വാക്കിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. ഗൃഹസ്ഥാശ്രമികളാണ് നമ്മളെല്ലാം കുടുംബം പുലർത്തുകയും ലൗകിക കാര്യങ്ങളിൽ ഇടപെടുകയും നമ്മുടെ കുടുംബത്തെ പോറ്റി വളർത്താൻ വേണ്ടി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സാമൂഹിക ജീവിതത്തിലുള്ളവരാണ്. നമുക്ക് ധ്യാനിക്കാനോ തപസ് ചെയ്യാനോ ഉള്ള മാനസികാവസ്ഥ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ജോലി തിരക്കുകൾക്കിടയിൽ, ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ നമുക്ക് ലഭിക്കുന്നതേയില്ല. എന്നാൽ തപസ്സിന് തുല്യമാണ്, ധ്യാനത്തിന് തുല്യമാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതം ഒരു പേജെങ്കിലും വായിക്കുക എന്നുള്ളത്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ
ഒരു പേജ് വായിക്കുക എന്നുള്ളത്. ശ്രീരാമകൃഷ്ണ വചനാമൃതം എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന, യാത്രയിലും പോകുന്നിടത്തുമൊക്കെ കൂടെ കൊണ്ടു നടക്കുന്ന എത്രയോ പേരുണ്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ പുസ്തകം ഒന്ന് മറിച്ച് നോക്കി ഏതെങ്കിലും ഒരു പേജ് വായിക്കും. അങ്ങനെ ശീലമുള്ള ഒരുപാട് പേരുണ്ട്. അവരിലേക്കൊക്കെ നമുക്ക് എത്താം. അങ്ങനെയുള്ള ആളുകളെ നമുക്കിനി നമ്മൾ ഈ പരമ്പര ചെയ്യുമ്പോൾ ഈ കൂട്ടത്തിൽ അവരെ കൂടെ കൊണ്ടുവരാം, അങ്ങനെയുള്ളവരെ കൂടെ കൊണ്ടുവരാം. വളരെ പ്രശസ്തരായ ആളുകളുമുണ്ട് ആ കൂട്ടത്തിൽ. വളരെ അവരുടെ അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും ഗുണം ചെയ്യും. അപ്പോൾ ഈ വചനാമൃതം അതിൻ്റെ നമ്മുടെ മലയാളത്തിൽ അതിനെ കൂടുതൽ മനനം ചെയ്യുന്നതിന് വേണ്ടി, കൂടുതൽ ആളുകളുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമികൾ എല്ലാവരും കൂടെ ഒന്നിച്ചു ചേരുന്നതിന് വേണ്ടി, ആ ഗൃഹസ്ഥാശ്രമികൾ ഒന്നിച്ചു ചേർന്ന് 3 ദിവസം, 3 വോള്യം ആയതുകൊണ്ട് അത് 3 ദിവസം, ഓരോ വോള്യം ഓരോ ദിവസം എന്നുള്ള നിലയിൽ 3 ദിവസം, അതാണ് ത്രയസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ സപ്താഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ? സപ്താഹം എന്ന് പറയുമ്പോൾ 7 ദിവസം, നവാഹം എന്ന് പറയുമ്പോൾ 9 ദിവസം, അല്ലെങ്കിൽ ദശമം 10 ദിവസം. അപ്പോൾ അങ്ങനെ ഉള്ള ദിവസം കണക്കാക്കിയ പോലെ 3 ദിവസം പൂർണ്ണമായും 24 hours വചനാമൃതത്തിന് വേണ്ടി സമർപ്പിക്കുക. അത് ഏതെങ്കിലും ഒരു പുണ്യസങ്കേതത്തിൽ, ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുകൂടി കുറച്ചു പേർ ഒന്നിച്ചിരുന്ന് ഇത് മനനം ചെയ്യുക. 3 ദിവസം. ഒരുപാട് വലിയ ജനക്കൂട്ടത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒത്തുകൂടി ഈ വചനാമൃതത്തെ ധ്യാനിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിവരണങ്ങൾ തരാൻ സാധ്യതയുള്ള പ്രഗത്ഭരായ ആളുകളെ നമുക്ക് ആ കൂട്ടത്തിൽ ചേർക്കാം. അവരുടേതായ രീതിയിൽ ഇത് നമ്മോട് വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ നമ്മളുമായിട്ട് സംവദിക്കും. നമുക്കും ഇത് സംവദിക്കാം. അങ്ങനെയുള്ളൊരു കൂട്ടായ്മ, 3 ദിവസത്തെ കൂട്ടായ്മയാണ്. അതും ഗൃഹസ്ഥാശ്രമികളുടെ കൂട്ടായ്മയാണ്. ഗൃഹസ്ഥാശ്രമികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ. അതാണ് ശ്രീരാമകൃഷ്ണ വചനാമൃത ഗൃഹസ്ഥാശ്രമത്രയസ് എന്ന പേരിട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സംഘാടനത്തിലേക്ക് നമ്മൾ തയ്യാറായി വരികയാണ്. അതിൻ്റെ ഡേറ്റും സന്ദർഭമൊക്കെ ഇനി ഉരുത്തിരിയാനുണ്ട്. അതിൻ്റെ പദ്ധതികൾ ഈ പ്ലാനിങ്ങിൽ വരാനുണ്ട്. പക്ഷേ അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ പറയുന്നത്. ഇതിൽ തന്നെ, ഈ ഒരു പരമ്പരയിൽ തന്നെ പലരും നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അവർ ആ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കും. അപ്പം അങ്ങനെ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ശ്രീരാമകൃഷ്ണ വചനാമൃത ഗൃഹസ്ഥാശ്രമത്രയസ് ആരംഭിക്കുന്നത്. അതിൻ്റെ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ ആരംഭിക്കുന്നു. പ്രോഗ്രാം ഇനി വരും. അതൊരു നിശ്ചിത ദിവസം കണ്ടെത്തി അതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഭംഗിയാക്കി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്കത് സംഘടിപ്പിക്കാം. പക്ഷെ അതുവരെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായി ഈ വീഡിയോ അതിനുവേണ്ടി ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ആദ്യം നമ്മോടൊപ്പം സംഭാഷണം നടത്തുന്നത് എൻ സോമശേഖരൻ. അദ്ദേഹം പ്രഗത്ഭനായൊരു പ്രഭാഷകനാണ്. കേരളത്തിലും പുറത്തും അങ്ങോളം ഇങ്ങോളം ധാരാളം പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സപ്താഹങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്. വലിയൊരു മഹാവ്യക്തിയാണ്. ദീർഘകാലം അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസത്തിൽ ഉപരിപഠനം നടത്തി. പിന്നീട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ ഏഷ്യയിൽ പ്രചാരത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ച, ഏഷ്യ ഭൂഖണ്ഡത്തിൽ പ്രചാരത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ച ഏക മലയാള പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് മംഗളം.
15 ലക്ഷം കോപ്പി. മലയാളത്തിൽ മാത്രം, മലയാള ഭാഷയിൽ 15 ലക്ഷം കോപ്പി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഉണ്ടാകാത്ത ഒരു കാര്യമാണ്. ഇനി ഉണ്ടാകാനും സാധ്യതയില്ല. കാരണം പ്രിൻ്റ് മീഡിയയുടെ പ്രഭാവമൊക്കെ ശക്തി കുറഞ്ഞു, പ്രഭാവമൊക്കെ കുറഞ്ഞു, ശക്തി കുറഞ്ഞു വരികയാണ്. കാര്യം ഇന്ന് ഡിജിറ്റൽ മീഡിയയിലേക്ക് ജനങ്ങൾ മാറി. പുതിയ തലമുറ കടലാസിൽ വായിക്കാതായി. അതുതന്നെ ഒരു വലിയ ചർച്ചാ വിഷയമാണ്. കടലാസിൽ വായിക്കേണ്ടതാണ്, വായന പുനരുദ്ധരിക്കേണ്ടതാണ്, വായന ശക്തിപ്പെടുത്തേണ്ടതാണ് എന്നുള്ളൊരു വലിയ ചർച്ചയ്ക്ക് വഴി ഒരുങ്ങുന്നുണ്ട്. വേറെ ഒരുപക്ഷെ വചനാമൃതവുമായി ബന്ധപ്പെടുമ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് കൂടെ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ആ ചരിത്രം സൃഷ്ടിച്ച മംഗളം കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ അതിൻ്റെ എഡിറ്ററായിട്ട് വന്ന ആളാണ് ശ്രീ എൻ സോമശേഖരൻ, ബാലമംഗളം. അദ്ദേഹത്തെ നമ്മളിവിടെ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം, ഒരു പബ്ലിക് മാഗസീന്, പൊതുവായിട്ടുള്ളൊരു മാഗസീന്, പബ്ലിക് മാഗസീനിൽ ആദ്യമായിട്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിത കഥ ചിത്രകഥയായിട്ട് മാറുന്നു. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിത കഥ ചിത്രകഥയായിട്ട്, സുദീർഘമായ പരമ്പരയായിട്ട് ബാലമംഗളത്തിൽ കുട്ടികൾക്ക് വേണ്ടി അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. നോക്കൂ, അത് പ്രസിദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പബ്ലിക് മാഗസീനാണ് ബാലമംഗളം. അപ്പോൾ അത് സമൂഹത്തിലെ ഒരുപാട് കുട്ടികളിലേക്കും സമൂഹത്തിലെ ഒരുപാട് മേഖലകളിലേക്ക് എത്തിച്ചേരുന്നൊരു പ്രസിദ്ധീകരണം. ബാലമംഗളവും ബാലപ്രസിദ്ധീകരണങ്ങളുടെ ചരിത്രത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചതാണ്. അതേക്കുറിച്ചൊക്കെ ശ്രീ സോമശേഖരൻ ഇവിടെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതകഥ ആദ്യമായി ചിത്രകഥയായി പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ച എഡിറ്റർ കൂടിയാണ് ശ്രീ എൻ സോമശേഖരൻ. അദ്ദേഹം ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടക്കക്കാരനാണ്. ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതം തുടങ്ങുന്നത്. എന്നാൽ കേരളത്തിൽ ആധ്യാത്മിക തലത്തിലെ എല്ലാ മേഖലകളിലേക്കും അദ്ദേഹം പ്രവർത്തനം വ്യാപിപ്പിക്കുകയുണ്ടായി. അല്ലാതെ ഒരു ഭാഗത്ത് ഒതുങ്ങിയില്ല, എല്ലായിടത്തേക്കും വ്യാപിപ്പിച്ചു. കാരണം മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആ ഉപദേശാമൃതങ്ങൾക്കു അങ്ങനെയും ആ രീതിയിലും അമൃതാനന്ദമയി മഠവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഒരു മികച്ച ആധ്യാത്മിക പ്രസിദ്ധീകരണമായ സനാതന സാരഥിയുടെ എഡിറ്ററായിട്ടാണ്. സനാതന സാരഥി എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ അദ്ദേഹത്തിൻ്റെ കഥകളും പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയാണ് സനാതന സാരഥി. സനാതന സാരഥിയുടെ അതിൻ്റെ ഫൗണ്ടർ എഡിറ്റർ എന്ന് പറയുന്നത് എൻ കസ്തൂരി. അദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷനിലെ ശ്രീരാമകൃഷ്ണ ഭക്തൻ കൂടിയായിരുന്നു. അദ്ദേഹം മൈസൂരിൽ ആണ് ജോലി ചെയ്തത്, അവിടുത്തെ റേഡിയോ നിലയത്തിലാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ തൃപ്പൂണിത്തുറ സ്വദേശിയായ ഒരു ബ്രാഹ്മണനാണ്. പിന്നീട് അദ്ദേഹം മൈസൂരിലേക്ക് പോയതാണ്. ആ യാത്രകളിലാണ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ, മൈസൂർ ആശ്രമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്. അവിടെ നിന്നാണ് സത്യസായി ബാബ കസ്തൂരിയെ വിളിക്കുന്നത്, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആ വിളിയുടെ ഫലമായി ശ്രീ സത്യസായി ബാബയോടൊപ്പം ആ ജീവിതത്തോടൊപ്പം സഞ്ചരിച്ച ആളാണ് എൻ കസ്തൂരി. ശ്രീരാമകൃഷ്ണ പരമഹംസരോടൊപ്പം എങ്ങനെയാണോ മഹേന്ദ്രനാഥ ഗുപ്ത അല്ലെങ്കിൽ മാസ്റ്റർ മഹാശയൻ സഞ്ചരിച്ചത്, അതേപോലെ ഭഗവാൻ ശ്രീ സത്യസായി ബാബയോടൊപ്പം സഞ്ചരിച്ച, അദ്ദേഹത്തോടൊപ്പം ജീവിച്ച ആളാണ് എൻ കസ്തൂരി. സത്യസായി ബാബയുടെ ജീവചരിത്രമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹമാണ് സനാതന സാരഥിയുടെ ഫൗണ്ടർ എഡിറ്റർ.
സനാതന സാരഥിയുടെ മലയാളത്തിലുള്ള ഇപ്പോഴത്തെ കേരളത്തിൽ നിന്നുള്ള പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്ററാണ് എൻ സോമശേഖരൻ. അതാണ് അതിൻ്റെ ആ പ്രാധാന്യം. അപ്പോൾ അദ്ദേഹം ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നുണ്ട്. നമുക്കതും കേൾക്കാം. എല്ലാവരും ഈ പരമ്പര ശ്രീരാമകൃഷ്ണ വചനാമൃത ഗൃഹസ്ഥാശ്രമത്രയസ്, പറയാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും, എന്നാലും കുഴപ്പമില്ല. ശ്രീരാമകൃഷ്ണ വചനാമൃത ഗൃഹസ്ഥാശ്രമത്രയസ്, അതിൻ്റെ ആദ്യ എപ്പിസോഡാണിത്, ആദ്യ ഭാഗമാണിത്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. എന്നാലും ഇതിൻ്റെ കഥകളും ചരിത്രങ്ങളും ഇതുമായി അനുബന്ധിച്ച് വരുന്ന പല കാര്യങ്ങളും ഇനിയും തുടർന്ന ദിവസങ്ങളിലും പറയാം. ഇപ്പോൾ നമുക്ക് ശ്രീ എൻ സോമശേഖരൻ പറയുന്ന വാക്കുകൾ കേൾക്കാം. എല്ലാവരെയും അത് കേൾക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഓം നമോ ഭഗവതേ രാമകൃഷ്ണായ. ഓം മഹാദേവീ നമഃ. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേ തയോ ശ്രുത്വ പ്രണമാമി മുഹുർമുഹുഃ. നമ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ആധുനിക കാലത്ത് ആരാണെങ്കിലും അവർക്ക് ആധ്യാത്മികമായി മുന്നേറാൻ ഒഴിവാക്കാനാവാത്ത ഒരു ഗ്രന്ഥമാണ് രാമകൃഷ്ണ വചനാമൃതം. ഏത് മഹാത്മാക്കളെ ചോദിച്ചാലും രാമകൃഷ്ണദേവൻ്റെ ശേഷമുള്ള എല്ലാവരും പറയുന്നൊരു കൊടുക്കുന്നൊരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് രാമകൃഷ്ണ വചനാമൃതം. അമൃതാനന്ദ ദേവി വള്ളിക്കാവലമ്മ ശിഷ്യന്മാരോട് പറയും, ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതം എടുത്ത് വായിക്കൂ, രാമകൃഷ്ണ വചനാമൃതം എടുത്ത് വായിക്കൂ, അത് പൂർണ്ണമാണ്. അത് പൂർണ്ണമാണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഗൃഹസ്ഥഭക്തനായ മാസ്റ്റർ മഹാശയൻ ഒഴിവുവേളകളിൽ ചെന്നപ്പോൾ പറഞ്ഞുകൊടുത്ത വാക്കുകളാണ് വചനാമൃതം. കേവലം 4 വർഷത്തെയോ 5 വർഷത്തെയോ ഉള്ളൂ അത്. അതിനിത്ര ഗാംഭീര്യവും ആഴവും ഉണ്ടെങ്കിൽ ഈശ്വരകോടികൾ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ശിഷ്യന്മാരോട് സംസാരിച്ച സംഭാഷണത്തിൻ്റെ ആഴവും പരപ്പും എത്ര ആയിരിക്കാം. ഈ 3-4 വർഷത്തെ കുറിപ്പാണ് ഈ ശ്രീരാമകൃഷ്ണ സാഹിത്യത്തിൻ്റെ മുഴുവനും അടിത്തറയും എന്ന് ആലോചിച്ചുള്ളവരും ഇനി അങ്ങോട്ടുള്ള എല്ലാവർക്കും ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു ഗ്രന്ഥമാണ്. ഒരിക്കൽ സിദ്ധാനന്ദ സ്വാമികൾ കോഴിക്കോട് വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പം വ്യക്തിപരമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു, ഞാനിത് തർജ്ജമ ചെയ്യുന്ന പല സമയത്തും ചില രാത്രികളിൽ വിതുമ്പി എനിക്ക് എഴുതാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്ന് സിദ്ധാനന്ദ സ്വാമി പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ സ്വാമിജി നേരിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്, 25 വർഷം തുടർച്ചയായി രാമകൃഷ്ണ വചനാമൃതം ഒരുത്തൻ വായിച്ചിട്ടുണ്ട് എങ്കിൽ 25ാമത്തെ വർഷം ഭഗവാൻ അവൻ്റെ മുമ്പിൽ ഫിസിക്കലി ഭൗതിക തലത്തിൽ തന്നെ ദർശനം കൊടുത്തിരിക്കും. രാമകൃഷ്ണ വചനാമൃതം വായിച്ചിട്ടുള്ളവർക്കറിയാം. ഇംഗ്ലീഷ് വചനാമൃതം വായിച്ചാൽ നമുക്കൊന്നും ഈ മൂപ്പര് ഇംഗ്ലീഷിലാണ് മുഴുവൻ പറഞ്ഞു തോന്നും. മലയാളത്തിലുള്ള വായിച്ച് തോന്നും മലയാളി രാമകൃഷ്ണദേവന് അറിയാവുള്ളൂ എന്ന് തോന്നും. ഇനി തമിഴിലെങ്ങനെ കേൾക്കണമെങ്കിൽ നല്ല തമിഴനാണ് തോന്നും. മറ്റൊന്നും ഞാൻ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളൊരൊറ്റ ഉത്തരവുള്ളൂ. ഈ രാമകൃഷ്ണ വചനാമൃതം ശ്രീരാമകൃഷ്ണവൻ്റെ ഗ്രന്ഥശരീരമാണ്. തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹം ഒരു പുതിയ ശരീരം എടുത്തു. ആ ശരീരമാണ് രാമകൃഷ്ണ വചനാമൃതം. ഭാഗവതത്തിൻ്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞതാണ്. ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചപ്പോൾ ഭാഗവതമായിട്ട് അവതരിച്ചു. ഗ്രന്ഥാവതാരം എന്ന് തന്നെ വിളിക്കും. ഹേമന്ത് പാത് ഷിർഡി ബാബയുടെ ജീവിതത്തിൽ എഴുതിയപ്പോഴും
അത് തന്നെ പറയുന്നുണ്ട്. ഇത് ഗ്രന്ഥമായിട്ട് അദ്ദേഹം അവതരിച്ചിരിക്കുന്നു. കാരണം ഈ രാമകൃഷ്ണ സാഹിത്യത്തിൻ്റെ നട്ടെല്ല് അല്ലെങ്കിൽ ഹൃദയം വചനാമൃതവും അതിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ബാക്കി സകലതും. വചനാമൃതത്തിൻ്റെ മഹത്വം എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. എന്തുകൊണ്ട് ഈ വചനാമൃതത്തിൽ ഞാൻ എങ്ങനെ എത്തിയതെന്ന് പറയാം. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ടാവും. എല്ലാവർക്കും, കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഭഗവാന്റെ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഓരോരുത്തർക്കും പറയാനുള്ള അനന്യമായ സംഭവങ്ങളായിരിക്കും. അതിന് ചൂടുണ്ടാവും, അതിന് ഓജസ് ഉണ്ടാവും, അതിന് വീര്യം ഉണ്ടാവും, അതിൽ ഭക്തി ഉണ്ടാവും, ജ്ഞാനം ഉണ്ടാവും. അഹങ്കാരത്തിന് അടികൊടുത്ത സംഭവങ്ങൾ നമുക്കതിൽ കാണാം. ഓരോരുത്തർക്കും ഉണ്ടാവും. തിരിച്ചറിയുന്നതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അനുഭവം പറയാം. ആദ്യം കോളേജിലൊക്കെ പഠിച്ച് കോളേജിൻ്റെ പഠനത്തിൻ്റെ അവസാന കാലം വായനാശീലം ഉണ്ടായിരുന്നു. പിന്നെ ഏതോ വായിക്കണത് ശരിയാന്ന് തോന്നിയാൽ അതിൻ്റെ പുറകെ കിടക്കും. പിന്നെ വേറെ ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നോക്കില്ല. അത് ഗുണകരമായി എന്ന് പിൽക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം തോന്നി ഈ ഈശ്വരൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് തോന്നിയത്. പിന്നെ അന്നത്തെ ഒരു ഫാഷനും അന്നത്തെ ഒരു ബുദ്ധിജീവി ഇതും പിന്നെ ഈ SFIയിലൊക്കെ കയറിയത് കൊണ്ട് ഇച്ചിരി ബുദ്ധിജീവി നാട്യം കുറേ കൂടുതലും വന്നു. ഒത്തിരി വായിച്ചിട്ടുള്ളത് കൊണ്ട് വായന ഒട്ടും ഇല്ലാത്തൊരു മുമ്പിൽ മഹാരാജാവുമായി. അങ്ങനെ നടക്കണ സമയത്താണ് വീട്ടിൽ അച്ഛൻ, എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല, അന്ന് മാതൃഭൂമി ഇറക്കിയ വിവേകാനന്ദ ലിറ്ററേച്ചർ മുഴുവൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ. ഒരു പുസ്തകത്തിന് 6 റുപ്യയാണ് അന്ന് വില. ഞങ്ങൾ 11 മക്കളാണ്. ചേട്ടന്മാരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ അച്ഛൻ എന്നും എല്ലാവരും പറയും, ഇതൊന്നും എടുത്ത് വായിക്കും. അച്ഛൻ അങ്ങനെ വായിക്കാനുള്ള അറിവൊന്നുമില്ല. ഞങ്ങളെ നന്നായിട്ട് വളർത്തി അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാ ഭൗതിക സാഹചര്യവും അദ്ദേഹം ഉണ്ടാക്കി തന്നു. 11 പേരെ നന്നായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആരെങ്കിലും ഒരാൾ വായിക്കണത്. ഇതാരും വായിക്കാറില്ല. എന്തോ ചെറുപ്പത്തിൽ എനിക്ക് അച്ഛനോട് ഒരു അഡീഷണൽ ഇഷ്ടമുണ്ടായിരുന്നു. ഈ 11 പേരിൽ ഒരാളായിരുന്നു ഞാൻ അച്ഛൻ്റെ മുമ്പിലെങ്കിലും എനിക്ക് അച്ഛനോടെന്തോ ഒരു പ്രത്യേക ഇഷ്ടം. എൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. അച്ഛനെ ഏറ്റവും കൂടുതൽ ആളിക്കത് മൂത്ത കുട്ടികളെയും ഇളയ കുട്ടികളെയുള്ളൂ. ഞങ്ങളെല്ലാം ഒരുപോലെ സ്നേഹിച്ചു. എങ്കിലും ഒരു ഏറ്റക്കുറച്ച് വരുമല്ലോ. അപ്പോൾ അച്ഛൻ എന്നും ഇങ്ങനെ പറയും, ഇതാരെങ്കിലും ഒന്ന് എടുത്ത് വായിച്ച് കണ്ടെങ്കിൽ എനിക്ക് മതിയായിരുന്നു. അന്ന് ഗ്രാജുവേഷൻ പഠിക്കുകയാണ്. ഏകദേശം 21 22 വയസ്സ്. എന്നുപറഞ്ഞാൽ ഈ കഴിഞ്ഞ 22 വർഷമായിട്ട് അച്ഛൻ്റെ പേഴ്സണൽ അലമാരിക്കകത്ത് ഈ പുസ്തകം തുറക്കാതിരിക്കുമായിരുന്നു അർത്ഥം. ചേട്ടൻ എടുത്ത് നോക്കിയില്ല, മറ്റാരും ഇങ്ങനെ നോക്കിയത്. ചേട്ടൻ നല്ല വായനശീലമുള്ള ആളാണ്. അച്ഛൻ ഈ ഒരു വാക്ക് പറയുമ്പോൾ എനിക്കൊന്ന് കൊണ്ടു. ഇത് ആരും വായിക്കാണ്ട് ഈ പുസ്തകം പോവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അന്ന് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ പത്രപ്രവർത്തനത്തിൻ്റെ ബിരുദ ഒരു കോഴ്സുണ്ട്. അത് പഠിച്ചുകൊണ്ടിരിക്കുക. കോഴിക്കോട് സർവകലാശാലയിലെ 4ാമത്തെ ബാച്ചാണത്. തുടങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ, 10 സീറ്റുള്ള കാലഘട്ടത്തിൽ. എന്നാൽ അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതിന്ന് 3ാമത്തെ ഒളി എടുത്തുകൊണ്ട് പോയി, വചനാമൃതം. ഈ വചനാമൃതം 3ാമത്തെ ഒളി എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്നു. അച്ഛനെ സന്തോഷിപ്പിക്കാൻ കൊണ്ടതല്ലേ വായനശീലം. എന്താ ഇദ്ദേഹം പറഞ്ഞേക്കണമെന്ന് ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തു നോക്കി. ആദ്യത്തെ അധ്യായത്തിലാണെന്നാണ് ഇപ്പോഴത്തെ ഓർമ്മ. അതിൻ്റെ അകത്തൊരു വാക്കുണ്ട്, പ്രതിമാ പൂജ. ഓർമ്മ എന്ന് പറയുകയാണേ, ആദ്യത്തെ ഘട്ടം പ്രതിമയിലെ പൂജയാണ്. ഉത്തമോത്തമം സോഹം പൂജ, ഏറ്റവും ഉത്തമമായ പൂജ അവനവൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ടെന്ന് അറിഞ്ഞുള്ള പൂജയാണ്. അതാണ് ആരാധന എന്ന് ഫുട്നോട്ടൊക്കെ ഉണ്ടല്ലോ ഈ വേദ ലിറ്ററേച്ചറിൽ. ഇത് വായിച്ചപ്പോൾ തോന്നി ഇദ്ദേഹം നമ്മുടെ പാർട്ടിയാണല്ലോ. പിന്നെ അടുത്തൊരു വാക്കുകൊണ്ട്, അങ്ങ് മുകളിൽ വെള്ളി സിംഹാസനത്തിൽ സ്വർണ്ണവാളും പിടിച്ചൊരു ദൈവം ശിക്ഷിക്കാൻ എപ്പണി അങ്ങനെ അവിടെ ഇരുന്നോട്ട് എനിക്ക് അങ്ങനെ വേണ്ട. അപ്പോൾ നമുക്ക് വിപ്ലവ പാർട്ടിയാണല്ലോ എന്ന് അടുത്ത ഘട്ടം തോന്നി. ഭഗവാൻ ചൂണ്ടിടുന്ന രീതിയാണ്. നമുക്ക് പറ്റുന്ന തലത്തിലേക്ക് ഭഗവാൻ വരാം. വിദ്വാൻ യുക്ത സമാചരൻ പുസ്തകരൂപത്തിലാണ് എൻ്റെ അടുത്ത് വന്നത് മാത്രം. പിന്നെ അടുത്തൊരു ഘട്ടം കണ്ടു, ആധുനിക ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഗീതയോ ഉപനിഷത്തും വ്യാഖ്യാനിക്കാൻ പറ്റില്ലെങ്കിൽ അത് തെറ്റാന്ന് പറയാൻ, കീറിക്കളയാൻ, കത്തിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി ഇദ്ദേഹം നമ്മുടെ പാർട്ടി തന്നെയാണ്. ആരാ? വേൻസ്വാമി, അല്ല വിപ്ലവകാരി. നമ്മൾ വിപ്ലവത്തിൻ്റെ ഇങ്ങോട്ട് നടക്കുകയാണല്ലോ. അങ്ങനെ അത് മുഴുവൻ വായിച്ചു. പിന്നെ 4ാമത്തെ ഒളിയും വായിച്ചു, 5ാമത്തെ വായിച്ചു, 6ാമത്തെ വായിച്ചു. കത്തുകൾ പിന്നെ അങ്ങോട്ട് വായിക്കാനൊന്നും പോയില്ല. പിന്നെ തിരിച്ച് ഒന്നൊന്ന് പിന്നെയും വായിക്കാൻ തുടങ്ങി. പിന്നെ എത്ര പ്രാവശ്യം എവിടെയൊക്കെ ഇട്ട് വായിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ വായനയോടൊപ്പം അറിയാതെ എന്തൊക്കെയോ എൻ്റെ ഉള്ളിലുണ്ടായി.
ഭക്ഷണത്തിൽ മിതത്വം വന്നു. ഈ പറക്കണേനെയും നീന്തണേനെയും എഴയണേനെയും ഒക്കെ തീറ്റ നിർത്തി തന്നെ പോയി. ഒരു ബുദ്ധിയാവാൻ വേണ്ടി വലിക്കുമായിരുന്നു, അതും നിന്നുപോയി. അതായത് നമ്മളറിയാതെ നമ്മളിൽ മാറ്റം വരികയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എനിക്ക് എന്നാ പറ്റിയെന്ന് എല്ലാവരും ചോദിച്ചു. അപ്പോൾ എന്നാ ഒരു മര്യാദയ്ക്ക് നടക്കണ കണ്ടാൽ നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് ഹിന്ദുക്കളൊക്കെ കുഴപ്പമുണ്ട്, ഇവൻ എന്നാ പറ്റിയെന്ന് ചോദിക്കും. പണ്ടും ബഹളം ഉണ്ടാക്കിയിടുന്ന എല്ലാ സിനിമയ്ക്ക് പോകുമ്പം ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നല്ലെങ്കിലും സുഹൃത്തുക്കളിൽ നിന്നും ജോലി സ്ഥലത്തു നിന്നും ധാരാളം ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല, അറിയാതെ മാറിപ്പോയതാണ്. അതങ്ങോട്ട് മുന്നോട്ട് പോയി കുറേ അങ്ങോട്ട് പോയപ്പം എനിക്കൊരു വലിയ സത്യം മനസ്സിലായി. വിവേകാനന്ദ സ്വാമിയുടെ കൂടെ നമ്മുടെ കാര്യം നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം അദ്ദേഹം പറഞ്ഞ രാജമൊക്കെ വായിച്ചു, മൂക്കെ പിടിക്കാൻ തുടങ്ങി, ധ്യാനിക്കാൻ തുടങ്ങി. ഈ ഇരിപ്പല്ലാതെ ഉറക്കമല്ലാതെ വേറെ ഒന്നും വന്നില്ല. മറ്റൊന്ന്, നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ അന്നു മുതലേ കാണാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, വിവേകാനന്ദ സ്വാമിയും കൊണ്ട് എൻ്റെ കാര്യം നടക്കില്ല. അടുക്കും തോറും ഇദ്ദേഹം ഭയങ്കര കടുപ്പക്കാരനായിട്ട് ഉള്ളിൽ അങ്ങനെ അങ്ങോട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫുട് നോട്ടിൻ്റെ ഇടയ്ക്ക് ഈ രാമകൃഷ്ണ വചനാമൃതം വന്ന് അതിൽ നിന്ന് ഈ ഉദ്ധരണികൾ കൊടുക്കുമല്ലോ, അത് വളരെ രസമാണ്, വളരെ ലളിതമായി തോന്നി. അങ്ങനെയാണ് വചനാമൃതം തപ്പി കണ്ടുപിടിക്കുന്നത്. ചെന്നു വചനാമൃതം കിട്ടി, 3 വോളിയം ഉണ്ടായിരുന്നു. അത് ആർത്തിയോടെ അങ്ങോട്ട് വായിച്ചു. അപ്പം എനിക്ക് തോന്നി, ഇനിയിപ്പോൾ ഈ വിവേകാനന്ദ സ്വാമി വേണ്ട, ഇദ്ദേഹത്തെ മതി. എൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം രാമകൃഷ്ണദേവനെ കൊണ്ടേ നടക്കുള്ളൂ. അപ്പോൾ അത്ര എൻ്റെ മുമ്പിൽ ഒരു ഫോട്ടോ ഇട്ട് അതിൽ വിവേകാനന്ദ സ്വാമിയാണ്. അത് നോക്കിയാണ് നമ്മൾ നാമജപവും ധ്യാനമൊക്കെ. ധ്യാനം എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്യണ കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ അതിൻ്റെ അന്ന് ചില്ലുള്ള പടമാണ്. ആ ചില്ലിളക്കി അതിൻ്റെ ഇടയ്ക്ക് രാമകൃഷ്ണദേവൻ്റെ പടം അങ്ങോട്ട് കയറ്റി വെച്ചു. ഇത് മറ്റത് കളഞ്ഞില്ല, ഏതായാലും സ്വന്തം ശിഷ്യനല്ലേ, ഇപ്പം നമ്മൾ ആദ്യം പിടിച്ച ആളാണല്ലോ. ഇങ്ങനെ ഇവരെ 2 പേരെയും കൂടെ നടക്കാൻ തുടങ്ങി. ഏകദേശം വചനാമൃതം പലവട്ടം വായിച്ചു. അപ്പോൾ ലീലാമൃതത്തിലേക്കൊന്നും കടന്നിട്ടില്ല. മാസ്റ്റർ മഹാശയൻ്റെ ജീവിതത്തിൽ കിട്ടി അതൊക്കെ ഒന്ന് വായിച്ചു. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഏറ്റവും വലിയ പറ്റിപ്പുകാരൻ ശ്രീരാമകൃഷ്ണദേവനാണ്. പിടി തന്നു എന്ന് വിചാരിക്കും, പിടി കിട്ടില്ല. പറയണത് എളുപ്പം തോന്നും, പക്ഷെ അത് ആചരിക്കാൻ തുടങ്ങുമ്പോൾ ബഹു കഠിനം. അപ്പോൾ മനസ്സിലാക്കി, ഇനി അമ്മയെ പിടിച്ച് ചിലപ്പോൾ ദേവീഭാവം വളരെ കാരുണ്യാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആ പടം പിന്നെ ഇളക്കി അതിനകത്ത് ശാരദാദേവിയുടെ പടം കയറ്റിച്ചു. പിന്നെ ശാരദാദേവിയുടെ സംഭാഷണം എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി, ഇവരെ 2 പേരെ കൊണ്ട് നമ്മുടെ കാര്യം നടക്കില്ല. അമ്മയെ പിടിച്ചാല ചുരുക്കം പറഞ്ഞാൽ ഒരാളെ ആശ്രയിച്ചപ്പോഴത്തേക്കും എല്ലാറ്റിലേക്കും ചെന്ന് വചനാമൃതം എന്ന നിധി കയ്യിലേക്കും തന്നു. ഇത് നിധിയാണെന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടത് യാത്രക്കിടയിലും സംഭാഷണങ്ങളൊക്കെ പറയുമ്പോൾ, വല്ല കഥ കുളിക്കാനൊക്കെ വല്ലവരും കഥ പറയുമ്പോൾ ഈ വചനാമൃതത്തിൻ്റെ കഥ അറിയാതെ ഓർമ്മ വരും. അത് പറയുമ്പോഴാണ് ആളുകളുടെ ആ വിടർന്ന കണ്ണും മുഖവും കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഇതിന് ഇത്ര സൗന്ദര്യം ഉണ്ടല്ലോ. നമ്മൾ കുറേ കാലം കഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വില നഷ്ടപ്പെടുകയും. അപ്പോഴാണ് ഞാനിത് ഗുരുവായൂർ കേശവ തിരുമേനി, എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മൃഡാനന്ദ സ്വാമി വിളിച്ചു പറഞ്ഞു, കേശവ, ഇനി ഭാഗവതം പ്രത്യേകിച്ച് ഏകാദശ സ്കന്ധം പറയുമ്പം വചനാമൃതത്തിലെ ഉദാഹരണം പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്നത് മനസ്സിലാവും, ബോധ്യമാവട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറയും, നമ്മളുടെ ഈ കേശവദേവി പറയും, അങ്ങനെയാണ് ഞാൻ വചനാമൃതത്തിലേക്ക് ചിന്തിച്ചാടിയത്. ആരെ ഉപാസിച്ചാലും, ഗുരുവായൂരപ്പനാവട്ടെ, അമ്മയാകട്ടെ, സ്വാമിയാകട്ടെ, ആര് ഉപദേശിച്ചാലും അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ചെന്ന് ചാടും. ഓട്ടൂർ ഉണ്ണിയമ്പൂരിപ്പാടിൻ്റെ ഇഷ്ടദേവത ഗുരുവായൂരപ്പനായിരുന്നു. ഇഷ്ടഗ്രന്ഥം എന്തായിരുന്നു? ഭാഗവതമായിരുന്നു. ആ പണ്ഡിതനും ജ്ഞാനിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഇത് സ്വപ്രഭാനന്ദ സ്വാമിയാണ് എന്നോട് പറഞ്ഞത്. സ്വാമിജി പറഞ്ഞു, അങ്ങനെ രാമകൃഷ്ണദേവനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇദ്ദേഹം ഗുരുവായൂരപ്പനോടെന്ന് പറഞ്ഞു, ഗുരുവായൂരപ്പ, ഇനി എന്തെങ്കിലും കാരണവശാൽ എൻ്റെ മുമ്പിലേക്ക് വരണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ രൂപത്തിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ചോദിച്ചു, അതെന്താ ഉണ്ണിയാ, ഇതിൻ്റെ ഭാവന ആയിരിക്കും.
എന്താ ഉണ്ണിയമ്പൂരിപ്പാടെ അങ്ങനെ പറഞ്ഞ് അത് വെച്ചാൽ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നാൽ ഗുരുവായൂരപ്പനെ മാത്രമല്ലേ കിട്ടുള്ളൂ. ശ്രീരാമകൃഷ്ണൻ്റെ അടുത്ത് വന്നാൽ ഗുരുവായൂരപ്പനെയും കിട്ടും, രാമനെയും കിട്ടും, ദേവിയും കിട്ടും, എല്ലാവരെയും കിട്ടും. കാരണം മൂപ്പരെ എല്ലാവരും അകത്താക്കിയ ആളാണേ. അപ്പോൾ ഒരാളെ പിടിച്ച എല്ലാം നടക്കും. ഈ അങ്ങനെ പിടിച്ച ഒരു കാര്യം നടക്കുകയുള്ളൂ. അതൊക്കെ ഭക്തന്മാർ ഭഗവത് കഥ പറഞ്ഞ് രസിക്കണത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ എന്താ ഗഗനം ഗഗനാകാരം സാഗരം സാഗരോപം എന്ന് പറഞ്ഞൊരു ആകാശതുല്യം ആകാശം മാത്രം, സമുദ്രത്തിന് തുല്യം സമുദ്രം മാത്രം. അവതാരം എല്ലാ അവതാരങ്ങളും അങ്ങനെയാണ്. ശ്രീരാമകൃഷ്ണദേവൻ തുല്യം ശ്രീരാമകൃഷ്ണദേവൻ മാത്രം. വചനാമൃതം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകണം, ശ്വാസത്തിൻ്റെ ഭാഗമാകണം. അതിനായിട്ട് ഭഗവാൻ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ശ്രീരാമകൃഷ്ണൻ്റെ സന്നിധിയിലേക്ക് ഭഗവാൻ എന്നെ കൊണ്ടുവരുന്ന ഒരു കളിക്കളമായത് കോഴിക്കോട് സർവകലാശാലയാണ്. ഒരുപക്ഷെ എന്നെ അന്ന് ഞാൻ മംഗളത്തിൽ ജോലിക്ക് കയറുന്ന, മംഗളത്തിൽ വീക്കിലി മാത്രമേ ഉള്ളൂ, 1-2 ലക്ഷം കോപ്പിയുള്ള സമയത്താണ്. 2 ആയിട്ടില്ല, 1.5 ലക്ഷം കോപ്പി. അപ്പം ഇനി ജേർണലിസം പഠിക്കാൻ പോകണമെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു. ജ്യേഷ്ഠൻ മലയാള മനോരമയിലെ അന്ന് പത്രാധിപ സമിതി അംഗങ്ങളിൽ ഒരാളാണ്. നീ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. എൻ വിജയമോഹൻ, പിൽക്കാലത്തെ എൻ വി മോഹൻ. അതിനൊരു പേരിൻ്റെ ഇഷ്യൊക്കെ ഒന്നാണ് എൻ വി മോഹൻ എന്ന് മാറിയത്. അപ്പോൾ എൻ വിജയമോഹൻ, അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് പത്രപ്രവർത്തന രംഗത്ത് എനിക്കിതെല്ലാം അടിത്തറയൊക്കെ പറഞ്ഞ എൻ്റെ ഒരു ഗുരുസ്ഥാനത്തുള്ളത്. ഈ ഒരു വഴിയിലൂടെ മുഴുവൻ നയിച്ചത് എൻ്റെ മതിച്ചേട്ടനാണ്. രണ്ടും കൂടെ എനിക്ക് അനുസ്മരിച്ചേ പറ്റുള്ളൂ. ധാരാളം ഗുരുക്കന്മാർ ഭഗവാൻ എനിക്ക് കൊണ്ടു തന്നു. അപ്പോൾ കോഴിക്കോട് സർവകലാശാലയിൽ ഇവിടുന്ന് ഇവിടെ ജോലി ചെയ്യുമ്പോഴാണ് പോയി. അന്ന് എനിക്ക് എൻ്റെ ഗ്രാജുവേഷൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ റിസൾട്ട് വന്നു, ഞാനവിടെ പോയി. പ്രായത്തിലുള്ളൂ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോകുമ്പം വർഗീസ് സാറ് പറഞ്ഞു, ഈ ജോലി രാജിവെക്കണ്ട, പഠിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നായി എന്ന് പറഞ്ഞു. എം സി വർഗീസ് സാറ് പറഞ്ഞു. അത് ഇപ്പോൾ കിട്ടുന്നത് മേടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 400 റുപ്യ എന്ന് അദ്ദേഹം തരുന്നുണ്ട് സ്റ്റൈഫൻഡ് വരെ. അപ്പോൾ ഞാനിവിടെ അന്നത്തെ TKG സാർ മനോരമയിലെ ലീഡർ റൈറ്റർ ആയിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്നാ ചെയ്യേണ്ട? അപ്പോൾ വർഗീസ് സാർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വലിയേട്ടനോട് വെച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അത്രയുള്ള നാട്ടുമ്പുറത്തുനിന്നൊരു കുട്ടിയല്ലേ. ഉടൻ തന്നെ TKG സാറിനോടൊന്ന് പറഞ്ഞു. അദ്ദേഹം കുട്ടികളെ പോലെ കാണാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് അദ്ദേഹം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ജോലി രാജിവെക്കണ്ട, പോകൂ, അവിടെ ഇരുന്ന് പഠിക്കൂ, തിരിച്ചു വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെയാണ് ജോലി രാജി വച്ചിട്ട് അദ്ദേഹം സ്വീകരിക്കാതെ കോഴിക്കോട് ക്യാമ്പസിൽ പോകുന്നു. അവിടെ വെച്ച് പത്രപ്രവർത്തനം ചെയ്യും. അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അത് ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കണം. അന്ന് പൂമ്പാറ്റയിലൊക്കെ അപേക്ഷയൊക്കെ വിലസുന്ന കാലമാണ്. അങ്ങനെ കോഴിക്കോട് അന്നൊരു ഒരു വരൾച്ചയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളുടെ 1 വർഷത്തെ കോഴ്സ് 2 വർഷമായിട്ട് മാറി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് സത്യത്തിൽ ഡിങ്കൻ എന്ന കഥാപാത്രം ജനിക്കുന്നത് അവിടെ വെച്ചാണ്. അന്ന് ഡിങ്കൻ, അന്ന് ബാലമംഗളം 4000 കോപ്പിയുള്ളൂ, അത് 3000 കോപ്പിയും വിറ്റ് പോകുള്ളൂ. ഇത് ആരംഭിച്ചതിന് ശേഷമാണ് ഇത് ഒരു 1,05,000 വരെ അടിച്ചിട്ടുണ്ട്. പിന്നെ എത്ര കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് നിശ്ചയമില്ല. പിന്നെ ഞാനത് റിസൈൻ ചെയ്ത് പോരുമായിരുന്നു. അങ്ങനെയാണ് ഡിങ്കൻ എന്ന കഥാപാത്രം എൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുകയും പലരെ കൊണ്ട് വരപ്പിച്ചൊക്കെ നോക്കി, മനസ്സിലൊന്നും പിടിച്ചില്ല. അങ്ങനെ വരുമ്പോഴാണ് ബേബി വരുന്നത്. ഞാനും ബേബിയും തമ്മിൽ നല്ല കെമിസ്ട്രിയാണ്. ബേബിയോട് ആശയം പറഞ്ഞു, ബേബി വരച്ചു. ഞങ്ങൾ രണ്ടുപേരുടെ ഈശ്വരാനുഗ്രഹം എന്തോ ബേബിൻ്റെ ആമോഷണൻ്റെ ഭക്തരുമായിരുന്നു. അതൊക്കെ പിന്നീട് അറിഞ്ഞത്. ആർട്ടിസ്റ്റ് ബേബി, അതെ അതെ അതെ. അങ്ങനെയാണ് ഇത് ഡിങ്കൻ ഉണ്ടാവണം. പിന്നെ കോപ്പിയുടെ കാര്യത്തിൽ പിന്നെ ഒരു ശങ്ക ഉണ്ടായില്ല, പിന്നെ ഗംഭീരമായിട്ട് പോവുമായിരുന്നു. അത് നിൽക്കട്ടെ. ഈ കോപ്പി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ ഉള്ളിൽ രാമകൃഷ്ണൻ്റെ വചനാവർത്തന ഉദാഹരണം പറയണമെങ്കിൽ, മുള്ളങ്കി തിന്ന മുള്ളങ്കി തേട്ടും ആ മണ വരുള്ളൂ. അപ്പോൾ എവിടെ പറഞ്ഞാൽ ഈ രാമകൃഷ്ണ എന്നുള്ള വാക്കേ വരുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രസിദ്ധീകരണത്തിൽ രാമകൃഷ്ണദേവൻ്റെ എങ്ങനെയൊന്ന് കൊണ്ടുവരണം നമുക്കൊരാഗ്രഹം. അപ്പോൾ ഇതൊരു പബ്ലിക് സാധനമാണ്. മെജോറിറ്റി വായിക്കണതും പബ്ലിക്കാണ്. പബ്ലിക്കിൽ വീട്ടിലേക്ക് പോകണേ. ഇതിലൊരു വിൽപ്പനയുടെ ഒരു സ്വഭാവമുണ്ട്, ജനങ്ങളുടെ സ്വഭാവമുണ്ട്. എന്തും കണ്ടാൽ റിലീജിയസ് ആണെന്ന് പറയുന്നൊരു ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോണ്ടാവുന്ന അപകടങ്ങളുണ്ട്.
മാനേജ്മെൻറ്റ് തന്നെ പരിപൂർണ വിശ്വാസമാണ്. ഒരു ചെറിയ പയ്യൻ എന്നുള്ള എല്ലാ ഒരു പരിഗണനയും എനിക്ക് എം സി വർഗീസ് സാർ തന്നിട്ടുമുണ്ട്. അപ്പോൾ എങ്കിലും എനിക്ക് ഈ തള്ളി വരുന്നൊരിതുണ്ട്, ഈ രാമകൃഷ്ണൻ ഒന്ന് പരിചയപ്പെടുത്തുന്നുള്ള എന്താ ചെയ്യണ്ടേ? 22-23 വയസ്സിലേക്കാണെന്ന് ആലോചിച്ചോളണം, അല്ലെങ്കിൽ 24 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിത്രകഥകൾ ഞങ്ങളുടെ അന്നത്തെ ഒരു സാമ്പത്തികം വെച്ച് വരപ്പിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല അന്ന് മംഗളത്തിന്. അപ്പോൾ അവിടെ തന്നെ ജയിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് സാറ് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ മേടിക്കാം, ഇന്ന് വീക്കിലി മാത്രമേ ഉള്ളൂ, ബാലമംഗളം മാത്രമേ, വേറെ ഒന്നുമില്ല. അങ്ങനെ നോക്കിയപ്പോഴും ഇന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ കഥകൾക്ക് ചിത്രകഥയായിട്ട് വരയ്ക്കാനുള്ള നല്ല സ്കോപ്പുണ്ട്. അത് വച്ച് 4 പേജ് 5 പേജ് വെച്ച് ചിത്രകഥ വരയ്ക്കാൻ തുടങ്ങി. ശ്രീരാമകൃഷ്ണനെ കുറിച്ചല്ല, രാമകൃഷ്ണദേവൻ പറഞ്ഞ കഥകളെക്കുറിച്ച് ധാരാളം കഥകളുണ്ടല്ലോ. ഈ കഥകൾ അങ്ങോട്ട് വന്നു. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കോപ്പി പോണത് എന്ന് ആലോചിച്ചോളണം. അത് അതിഗംഭീരമായിട്ട് അവിടെ വായനക്കാരുണ്ടായി, ധാരാളം കത്തുകൾ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ധൈര്യമായി, ഇത് ധൈര്യമായിട്ട് തുടരാം. അപ്പോൾ ചിത്രകഥാരൂപത്തിൽ പബ്ലിക്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പക്ഷേ ഭഗവാന്റെ രാമകൃഷ്ണദേവൻ്റെ ഈ ഉപദേശങ്ങൾ കഥാരൂപത്തിൽ, അന്ന് ചിത്രകഥയ്ക്ക് വലിയ ഡിമാൻഡുള്ള സമയമാണ്, അനിമേഷനൊന്നും തുടങ്ങിയിട്ടില്ല. അന്ന് അത് ഭയങ്കരമായിട്ട് പമ്പ് ചെയ്യാൻ പറ്റി. അവസാനം പറഞ്ഞ 2 വാക്കൊക്കെ ചിത്രകഥയാക്കാൻ തോന്നി. കാരണം ഇത് ഈ കലവറ തീർന്നു കഴിഞ്ഞാൽ പിന്നെ മാന്തി എടുക്കാൻ തോന്നുമല്ലോ. ഇതെല്ലാം എടുത്ത് വചനാമൃതത്തെ എല്ലാ കഥകളായി കഴിഞ്ഞു. അതിലേക്ക് സുബ്രഹ്മണ്യ സ്വാമി എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം വളരെ പ്രോത്സാഹിപ്പിച്ചു. മൃഡാൻ സ്വാമി, സിദ്ധാന്ത സ്വാമിയൊക്കെ ഇദ്ദേഹം പറയും, ഇദ്ദേഹം ചെയ്യുന്ന ആളാന്ന് പറയുമ്പോൾ എനിക്ക് അവരെല്ലാം നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തോന്നി ഇനി അങ്ങനെയാണ് ഈ രാമകൃഷ്ണദേവൻ്റെ, അപ്പോൾ ഇത് തീർന്നു, അപ്പോൾ 1-2 വർഷം അടിച്ചു. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യണം, ഇനി രാമകൃഷ്ണദേവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയൊരു സന്ദർഭമാണ് അതെന്ന് തോന്നി. കാരണം 1-1.5 വർഷം ഈ കഥകൾ പറഞ്ഞില്ല. അപ്പോൾ അന്ന് കുട്ടികൾക്കൊരു കുറിപ്പെടുത്തു, ഈ ഇത്രയും കാലം ഇതുപോലെ മനോഹരമായ രസകരമായ കഥകൾ പറഞ്ഞു തന്ന ശ്രീരാമകൃഷ്ണനെക്കുറിച്ച് നിങ്ങളൊന്നും അറിയണ്ടേ എന്നൊരു രീതിയിലൊരു ആഡ് തയ്യാറാക്കി. എന്നിട്ട് രാമകൃഷ്ണദേവൻ്റെ ജീവിതം അങ്ങോട്ട് ആരംഭിച്ചു. അങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ്റെ ലൈഫ് ഹിസ്റ്ററി, എൻ്റയർ ലൈഫ് ഹിസ്റ്ററി ഇത് അതിൽ തുടർന്നടിക്കാൻ പറ്റി. ആർക്കും ഒരു പരാതി ഉണ്ടായില്ല. നല്ല വായനക്കാരും ഉണ്ടായിരുന്നു, കോപ്പിയും കൂടി. അപ്പം നല്ലത് കൊടുത്താൽ വാങ്ങും, നല്ലത് കൊടുത്താൽ ഭൗതിക ശ്രേയസ്സും ഉണ്ടാവും. കാരണം നാരായണനുള്ളിടത്ത് ലക്ഷ്മിക്ക് വന്നേ പറ്റൂ. ശ്രീരാമകൃഷ്ണദേവൻ വരുന്നതിന് മുമ്പ് കമാർപുക്കൂറിൽ ക്ഷുതിരാമൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടി കയറി ചെല്ലുന്നുണ്ട്. ചന്ദ്രമണി ദേവി ഒന്ന് സന്ധ്യാസമയം പുറത്ത് നിൽക്കുക, മുടി കൊണ്ട് നിൽക്കുമ്പോൾ അമ്മേ ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. മോളെ നമുക്ക് പുറത്തിരുന്ന് വർത്താനം പറയാം, ലക്ഷ്മി ദേവിയെ വന്നതേ, കാരണം ഇദ്ദേഹം വരാൻ പോവാ, നാരായണൻ വരാൻ പോവാ. നാരായണൻ വരുന്നതിന് അവിടെ അവസാനം കഞ്ഞി കുടിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ. ക്ഷുതിരാമൻ്റെ ശൈലി അറിയാലോ. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പ്രത്യേക കള്ളക്കേസിലൊക്കെ ഇദ്ദേഹത്തെ കുടിക്കുക. കാരണം ഇദ്ദേഹത്തിനൊരു വല്ലാത്ത വിരക്തി പോലും വന്നു കഴിഞ്ഞ സമയത്താണിതേ. അപ്പോഴാണ് ഈ ക്ഷുതിരാമൻ്റെ ഗയാതീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു കുഞ്ഞിൻ്റെ ഒരു ജന്മത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്താണ് ലക്ഷ്മി ദേവി അവിടെ ആദ്യം കയറുന്നത്. അകത്ത് കയറ്റിയില്ല, നമുക്ക് പുറത്തുനിന്ന് വർത്താനം പറയാമെന്ന് പറഞ്ഞു. അമ്മ വേറെ ഒന്നും ചില മുടിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ നിന്നു. അന്ന് അമ്മ കയറാണ്ട് തിരിച്ചു പോയി. ദേവി കയറാണ്ട് തിരിച്ചു പോയതുകൊണ്ടാണ് പിൽക്കാലത്ത് കുറച്ച് ഭൗതികമായിട്ട് കുറേ ക്ലേശങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നല്ലോ. അപ്പം നാരായണം വരുന്നിടത്ത്, നാരായണം വരുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ഏർപ്പെടുത്താൻ ദേവി വന്നിരിക്കും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വെളിച്ചം വരും. സൂര്യൻ ഉദിച്ചിട്ടല്ല, വരാറായി നമുക്ക് കാണാം. എന്താ ഒരു ഇരുണ്ട വെളിച്ചം എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ, പരപരയുള്ള വെളിച്ചം. അതിനുശേഷമാണ് അദ്ദേഹം പ്രഭാവത്തോടെ ഈ കിഴക്കിൻ്റെ ആ മലയുടെ മുകളിൽ തലപൊക്കണേ. അതിനു മുമ്പേ വെളിച്ചം തരുന്നുണ്ട്. അതുപോലെ ഭഗവാൻ വരുന്നതിന് മുമ്പ് ഒരുക്കങ്ങൾ നടക്കും. അത് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ തലവരെ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് ഈ വചനാമൃതത്തിൽ കൂടെ ഇനി ശ്രീരാമകൃഷ്ണദേവൻ കഥ പറയുമ്പോൾ ഒരിക്കലും ആ പ്രസ്ഥാനത്തിന് ദോഷം വരാൻ പാടില്ല. കാരണം നമുക്ക് ഇതിനകത്ത് വേറെ അജണ്ടയൊന്നുമില്ല. ഈ ധർമ്മം പോലുള്ള വാക്കില്ല, മനസ്സിന് സന്തോഷം തരുന്ന ഈശ്വരൻ്റെ കഥ, അത്രേ ഉള്ളൂ.
പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഈ ഇതിൽ കൂടെ വന്നാലേ നീ രക്ഷപ്പെടൂ എന്ന് പറയുന്നില്ല, ഇതിൽ കൂടെ പോയാലും മുകളിൽ കൂടെ പോകുന്നില്ല. നീ ഏതിൽ കൂടെ പോയാലും കുഴപ്പമില്ല, ഏത് രീതിയിൽ വിളിച്ചാലും കുഴപ്പമില്ല, നീ തമ്പുരാനെ വിളിച്ചാൽ മതി എന്നുള്ളൂ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതല്ലേ ലോകത്തെല്ലായിടത്തും പറഞ്ഞു നടക്കേണ്ടത്. അതല്ലേ ഇന്നത്തെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ആവശ്യവും, ഇന്ന് പ്രത്യേകിച്ചും. അപ്പം അങ്ങനെയാണ് ഭഗവാന്റെ ജീവിതചരിത്രം തുടങ്ങിയത്. കോപ്പിയും കൂടി സ്റ്റേബിലൈസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അന്ന് എക്കോണമിക് ടൈംസിൽ അത് ഒന്നുമല്ലാതിരുന്ന ഒരു പ്രസിദ്ധീകരണം ബാലമംഗളത്തെക്കുറിച്ച് ഒരു കമൻറ്റ് വരെ വന്നു. വെക്കേഷൻ കാലത്ത് മറ്റുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ കണ്ടമാനം കൂടുന്നുണ്ട്, കുറേ ബാലരമയൊക്കെ ഉദ്ദേശിച്ചാണ് അവരെന്ന് പറഞ്ഞ്. പൂമ്പാറ്റ ഉണ്ടെന്ന് തന്നെ എൻ്റെ ഓർമ്മ. ബാലഭൂമിയൊന്നും തുടങ്ങിയിട്ടില്ല. വെക്കേഷൻ കാലത്ത് കൂടുന്നുണ്ട്, വെക്കേഷൻ കഴിയുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആവുന്നുണ്ട്. മറ്റ് ഇതാവട്ടെ ഏതാണ്ട് വെക്കേഷൻ കാലത്ത് അങ്ങനെ കുതിച്ച് കയറുന്നില്ല, വെക്കേഷൻ കഴിഞ്ഞാൽ കുതിച്ച് കുറയുന്നുമില്ല. അപ്പോൾ എന്താ സ്റ്റേബിലിറ്റി ഉള്ളത്? സ്ഥിതപ്രജ്ഞൻ്റെ കഥ പറയുന്ന ഏതിനും സ്ഥൈര്യമുണ്ടായേ തീരൂ എന്ന് എനിക്ക് അവകാശപ്പെടാലോ. കാരണം എനിക്ക് അതിന് വേറൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് പറയുമ്പോൾ ഒരു ചെറിയ അഹങ്കാരമുള്ളൊരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് നമ്മുടെ നിർമ്മലാനന്ദഗിരി സ്വാമി പാലയിലൊരു കാലത്ത് സ്ഥിരം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതാണ്. കൈറമേലയുണ്ടായിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവർ കുറവാണ്. അതികഠിനമായിട്ട് ഗംഭീരമായിട്ടും ശക്തമായിട്ടും ശാസ്ത്രവും എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു മഹാപുരുഷൻ. അദ്ദേഹത്തിനടുത്ത് ഒരു വർഷത്തോളം ഗീതയുടെ അടിസ്ഥാനമൊക്കെ പഠിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മധുചേട്ടനായിരുന്നു അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരും. അദ്ദേഹം പറയാൻ കാരണം 10-15 വർഷം കഴിഞ്ഞപ്പോഴത്തേ അദ്ദേഹം രാമകൃഷ്ണ മഠത്തിൽ പാലയിൽ ഗീത പഠിപ്പിച്ച് എവിടം വരെ എത്തിച്ചു. 2ാം അധ്യായത്തിൻ്റെ 16ാമത്തെ ശ്ലോകമായുള്ളൂ എന്ന്. ഇത് 10-15 വർഷം കഴിഞ്ഞപ്പം സുബ്രഹ്മണ്യ പറഞ്ഞു, ഇത് എന്നാ തീരണേന്ന് അറിയില്ല, നമ്മൾ പോയാലും തീരണ പട്ട് കാണുന്നില്ല. അത്ര വിശാലമായിട്ട് പണി. അദ്ദേഹത്തിന് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ എനിക്കൊരു സാധനം അയച്ചു. അപ്പം അതിൻ്റെ അകത്ത് പരാമർശം ബാലപ്രസിദ്ധീകരണങ്ങളാണ്. പിന്നെ ഞാൻ കേൾക്കണ കിടക്കിടാന്ന് വിറച്ച. കാരണം ഇദ്ദേഹം പറഞ്ഞാൽ നമ്മൾ ഒരു മഹാഗുരുവിൻ്റെ വാക്കിൽ നിന്ന്, കാരണം ബാലപ്രസിദ്ധീകരണങ്ങൾ വരുന്ന അപകടങ്ങളാണ് ചർച്ച ചെയ്യണേ. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത് വന്നതിന് ശേഷമുള്ള കഥയാട്ടോ ഞാൻ പറയണത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പരാമർശിക്കണം ഓരോ പ്രസിദ്ധീകരണം ഉണ്ടാക്കുന്ന അപകടങ്ങളും. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. പണ്ട് നമുക്കൊരു പാഠമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വരം ഒന്ന് മനസ്സിൽ കാണുക. അതിൽ കുട്ടിക്ക് അമ്മ പറഞ്ഞു കൊടുക്കും, ഞാനൊന്നും പാൽ കുടിക്കണം, അമ്മയ്ക്ക് അത് നിർബന്ധമാണ്, അവര് അറിയാലോ. ഞാൻ പാൽ കുടിക്കാതിരുന്നാൽ അമ്മയ്ക്ക് സങ്കടം വരും. കാരണം എന്താ? ഞാൻ അച്ഛനോളം വലുതാകണം, അതാണ് അമ്മയ്ക്കാഗ്രഹം, അമ്മയ്ക്കിഷ്ടം. ആ വരികളുണ്ടല്ലോ. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം നിർത്തിയിട്ട് വെച്ചു, ഇത് പണ്ടത്തെ അമ്മ പണ്ടത്തെ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തത്. ഇന്നത്തെ അമ്മ എന്ത് ധൈര്യത്തിൽ അച്ഛനെ പോലെ ആകണമെന്ന് ഒരു കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കും? ഇന്ന് അമ്മയ്ക്ക് അവരുടെ അച്ഛനെ പോലെ നീ ആകരുത്. അച്ഛനെ പോലെ ആയ അമ്മയ്ക്ക് അറിയാം എന്താ പ്രശ്നം എന്നറിയാം. പണ്ടതല്ല, അച്ഛൻ മാതൃകാപുരുഷനായിരുന്നു, റോൾ മോഡലായിരുന്നു ഭാര്യയ്ക്കും കുഞ്ഞിനും. ഇന്ന് അച്ഛൻ അതല്ല. അതുകൊണ്ടാണ് നല്ല സന്താനങ്ങൾ ഉണ്ടാവാത്തത്. ഈ മഹാപുരുഷനോട് ഒരിക്കലും വേദിയിൽ വെച്ചൊരു അമ്മ ചോദിച്ചു, അമ്മയാണോ ഒരു ഭക്തനാണോ ചോദിച്ചു, എന്തിയോ സ്വാമി ഇപ്പം നല്ല സന്യാസിമാരുണ്ടാവാത്തതെന്ന് ചോദിച്ചു. ഇത് 1 മിനിറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, സന്യാസിമാർക്ക് പിള്ളേരുണ്ടാവാറില്ല, ഉണ്ടായ അവൻ സന്യാസിയല്ല. നല്ല സന്യാസി ഉണ്ടാവണമെങ്കിൽ നല്ല ഗൃഹസ്ഥൻ ഇവിടെ വേണം. നല്ല ഗൃഹസ്ഥർക്ക് നല്ല മക്കളുണ്ടാവും. നല്ല സന്യാസി ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഗൃഹസ്ഥന്മാർക്കുള്ളതാണ്. ഒരു ആര്യാന്തർജനത്തിനും ശിവഗുരുവിനുമാണ് ശങ്കരനുണ്ടായത്. ഒരു വിശ്വനാഥ ദത്തയ്ക്കും അത് തന്നെ ഒരു ഭുവനേശ്വരി അമ്മയ്ക്കാണ് വിവേകാനന്ദൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഷ കേട്ടോ. ഒരു ചന്ദ്രമണി ദേവിക്കും ഒരു ക്ഷുതിരാമനും ഉള്ളത് കൊണ്ടാണ് ഒരു രാമകൃഷ്ണൻ വന്നത്. അപ്പം ആരാ നല്ല സന്യാസി ഉണ്ടാവാത്തതിൻ്റെ ഉത്തരവാദിത്വം? നല്ല ഗൃഹസ്ഥന്മാർ. അത് അദ്ദേഹം ആ കൊച്ചു വാക്കിനോട് പറഞ്ഞേ. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. കോട്ടയത്തു നിന്നൊരു പ്രസിദ്ധീകരണമുണ്ട്, മാലമംഗളം എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇവിടെ ഇങ്ങനെ BP കൂടാൻ തുടങ്ങി. എൻ്റെ ദൈവം, ഇങ്ങനെ എന്താ പറയാൻ പാടില്ല, ഈ സാധനം പബ്ലിക്കലായി കഴിഞ്ഞ സാധനം. എന്നിട്ട് നമ്മുടെ പേരും പറഞ്ഞു. അങ്ങനത്തെ കുഴപ്പമില്ലാതെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 24 വർഷത്തെ എൻ്റെ ജോലിക്ക്
എൻ്റെ പൊന്നു തമ്പുരാൻ എനിക്ക് തന്ന സർട്ടിഫിക്കറ്റാണ്. ഞാൻ ഒരു കുഞ്ഞു മനസ്സിലും വിഷം ഇട്ടില്ല. അത് മതി എനിക്ക്. ഒന്നും കിട്ടിയില്ലെങ്കിലും ഒന്നും ഒരു അപകടം ഉണ്ടാക്കാതെ ജോലി സ്ഥലത്ത് പോന്നു. അപ്പം ആ ബാലപ്രസിദ്ധീകരണങ്ങളുടെ സ്വാധീനം ഞാൻ പറയുകയാണേ ചെറുപ്പത്തിൽ. അങ്ങനെ വചനാമൃതം ആ രാമകൃഷ്ണദേവൻ്റെ മഹാസമാധിയും കഴിഞ്ഞ് നമ്മൾ അടുത്ത നിർത്തിയത് ഇങ്ങനെയാണ്. ഈ സന്ദേശവുമായി ആ അദ്ദേഹത്തിൻ്റെ ഉത്തമനായ ആ പുത്ര, അല്ലെങ്കിൽ എന്താ കുഞ്ഞുങ്ങളുടെ ഭാഷയല്ലേ, ആ അദ്ദേഹം ചിക്കാഗോയിൽ ചെന്ന് വളരെ ദുരിതങ്ങൾക്ക് ശേഷം ആ എതിർപ്പുകളൊക്കെ അവഗണിച്ച് അവിടെ കയറി തൻ്റെ ഗുരുവിൻ്റെ മഹാസന്ദേശം ലോകത്തോട് വിളംബരം ചെയ്തു. ആ അമേരിക്കൻ എൻ്റെ സഹോദരന്മാരെ എന്ന പ്രഭാഷണത്തോടു കൂടി ആ 2 വർഷത്തോളം ഉള്ള ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ ലൈഫ് ഹിസ്റ്ററി അവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നീട് പറഞ്ഞു ഇനി വിവേകാനന്ദയെക്കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കാമെന്നുള്ളൂ. പിന്നെ എഴുതലൊന്നും ഉണ്ടായില്ല. ഇങ്ങനെയാണെന്ന് ഒരു പബ്ലിക് എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ മഠത്തിലെ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങുന്ന അവിടെ ചെന്ന് നമ്മളാണ്. നമ്മുടെ ഈ പ്രസിദ്ധീകരണങ്ങൾ പൊതുജന വാങ്ങണേ. അവരിലേക്ക് എത്താൻ എനിക്കൊരു അങ്ങനെ ചെയ്യാൻ ഭഗവാൻ എനിക്കൊരു അവസരം തന്നു. അത് ഉപയോഗിക്കാൻ സാധിച്ചു.